നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കി UAE. യുദ്ധവുമില്ല സമാധാനവുമില്ല എന്ന ദീർഘകാല അവസ്ഥയിൽ നിന്നും പശ്ചിമേഷ്യൻ മേഖല മുന്നോട്ടു പോകണമെന്ന് നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ്. ദുബായിലേക്കുള്ള വിമാന ടിക്കറ്റുകളിലെ യാത്രാ തീയതി സൗജന്യമായി മാറ്റാമെന്ന തീരുമാനത്തിൽ പ്രവാസികൾക്ക് ആശ്വാസം. അധിക ചെലവില്ലാതെ തീയതി മാറ്റാൻ അവസരമൊരുക്കിയത് എമിറേറ്റ്സ് എയർലൈൻസ്. റീഫണ്ട് നിരക്കുകളിലും കുറവ് വരുത്തി. കുവൈറ്റിൽ നിന്നുള്ള കോഴിക്കോട് ബംഗളൂരു വിമാന സർവീസുകൾ ഓഗസ്റ്റ് 14 മുതൽ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് ലഹരി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ നടപടി കടുപ്പിച്ച് വ്യോമയാന മന്ത്രാലയം. ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാരിൽ ലഹരി പരിശോധന നിർബന്ധമാക്കണമെന്നും വിമാന കമ്പനികളോട് നിർദ്ദേശം. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. മെസ്സിയെ സംസ്ഥാനത്ത് എത്തിക്കാനെന്ന പേരിൽ നടന്ന ഇടപാടിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ നീക്കം. മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ ന്യായീകരണം തള്ളി കായിക മന്ത്രി OJ ജിനീഷ്. സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തുവെന്ന് കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട്. ക്രമക്കേട് നടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമഗ്ര അന്വേഷണം വേണമെന്ന് BJP. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിൽ FCRA ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട് ലോക്സഭ. ബിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. ഇന്നും CJP സമരത്തിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷ ബഹളം. മറുപടി നൽകാൻ തയ്യാറെന്ന് അമിത്ഷാ. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയുള്ള പരാമർശത്തിലും ബ്രിട്ടാസിനെതിരായ ലുങ്കി പരാമർശത്തിലും രാജ്യസഭയിൽ ഇടതെമ്പിമാരുടെ പ്രതിഷേധം. സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ചെയർമാൻ CP രാധാകൃഷ്ണൻ. കേരളം എന്ന പേര് മാറ്റ ബിൽ പാസാക്കി രാജ്യസഭ. FCRA ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ട ലോക്സഭ. ബിൽ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി ആവശ്യപ്പെട്ട പ്രതിപക്ഷം ഇന്നും പാർലമെന്റ് തടസ്സപ്പെടുത്തി. താൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ല എന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് പാർലമെന്റിൽ മറുപടി നൽകാൻ തയ്യാറാണെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം അമിത്ഷാ മറുപടി നൽകാമെന്ന് അറിയിച്ചിട്ടും സഭ തടസ്സപ്പെടുത്തിയ പ്രതിപക്ഷത്തെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു വിമർശിച്ചു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷായുടെ മറുപടി, അയോധ്യ സംഭാവന ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങളിൽ പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ച ശേഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലെത്തിയത്. 11 മണിക്ക് ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ MPമാർ മുദ്രാവാക്യം വിളിച്ച് ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി. തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാൻ പ്രമേയം അവതരിപ്പിച്ച് പാസാക്കി. എന്നാൽ ബില്ല് പിൻവലിക്കണമെന്നായിരുന്നു KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ ആവശ്യം. ബില്ലിൽ ന്യൂനപക്ഷ വിരുദ്ധതയില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി കണക്കിലെടുത്താണ് ബില്ല് JPCക്ക് വിട്ടതെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കി. പതിവായി പാർലമെന്റിൽ വരുന്ന താൻ ഒളിച്ചോടിയെന്ന മുദ്രാവാക്യം വിളിക്കുന്നതിൽ അർത്ഥമില്ലെന്നും എല്ലാ ദിവസവും പ്രതിപക്ഷം ബഹളം വെച്ച് സഭ തടസ്സപ്പെടുത്തുമ്പോൾ എന്തു ചെയ്യാനാകുമെന്നും അമിത്ഷാ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ ഏത് ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ തയ്യാറാണ്. ഇന്ന് 3 മണി മുതൽ നാളെ 3 മണി വരെ സഭയ്ക്കകത്ത് ചർച്ചയിൽ താൻ ഉണ്ടാകുമെന്നും അമിത്ഷാ പറഞ്ഞു. चूंकि संसद भवन के अंदर विपक्ष संसद को चलने ही नहीं दे रहा है दोनों गृहों में, तो कोई जाकर क्या करेगा? അമിത്ഷായുടെ പ്രസംഗമല്ല, വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ഉത്തരവിട്ടത് ആരാണെന്ന മറുപടിയാണ് പ്രതിപക്ഷത്തിന് വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. Did Mr. Amit Shah give this order to shoot our children or did he not? If he did, he should resign because he is culpable. And if he did not, he should resign. പോലീസ് നടപടി ഉൾപ്പെടെ വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട അമിത്ഷാ മറുപടി നൽകാമെന്ന് അറിയിച്ചിട്ടും ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം തുടർന്നു. ബഹളം നിർത്തിയാൽ ഈ നിമിഷം മുതൽ ചർച്ച ആരംഭിക്കാമെന്ന് നിരവധി തവണ ചെയർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ അവസാനിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അന്താരാഷ്ട്ര യുവജന ദിനമായ ഇന്ന് യുവജനങ്ങൾക്കായി സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിൽ കുറുക്കുവഴികൾ തേടരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവത്വം രാജ്യത്തിൻ്റെ ഭാവി മാത്രമല്ല, വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തി കൂടിയാണ്. ആരാധിക്കുന്ന ആരുടെയെങ്കിലും പുസ്തകം വായിക്കണമെന്നും പ്രധാനമന്ത്രി യുവജനങ്ങളോട് ഉപദേശിച്ചു. അതേസമയം സ്വാതന്ത്ര്യദിനത്തിൽ
RSS സർസംഘചാലക് മോഹൻ ഭാഗവത് ജൻസികളോട് സംവദിക്കും. നാഗ്പൂരിൽ സ്വകാര്യ മാധ്യമ സ്ഥാപനത്തിൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലായിരിക്കും സംവാദം. ഭാരതത്തിൻ്റെ ഭാവിയും യുവാക്കളുടെ സംഭാവനയും എന്ന വിഷയത്തിലായിരിക്കും സംവാദം നടക്കുക. സംസ്ഥാനത്തിൻ്റെ പേര് ഇനി കേരളം. ഔദ്യോഗികമായി പേരുമാറ്റത്തിനുള്ള ബില്ല് രാജ്യസഭയും പാസാക്കി. ജോൺ ബ്രിട്ടാസിനെതിരെ സുഷ്മിത ദേബ് നടത്തിയ ലുങ്കിവാല പരാമർശത്തിൽ രാജ്യസഭയിൽ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാദപ്രതിവാദം നടന്നു. അംഗങ്ങൾ സഭയിൽ സംസാരിക്കുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് ചെയർമാൻ മുന്നറിയിപ്പ് നൽകി. കേരളത്തിലും ഈ ഭൂലോകം മുഴുവൻ പരന്നു കിടക്കുന്ന മുഴുവൻ മലയാളികളുടെയും ഒരു എളിയ പ്രതിനിധിയായി ഞാൻ അഭിമാനത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഈ ചരിത്ര മുഹൂർത്തത്തെ കേരളമാകുന്ന ഈ ചരിത്ര മുഹൂർത്തത്തെ ഈ ബില്ലിനെ ഞാൻ പിന്താങ്ങുന്നു. മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് നടന്നത് കോടികളുടെ ക്രമക്കേടെന്ന കണ്ടെത്തലിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാരിൻ്റെ നീക്കം. മുൻ കായിക മന്ത്രി അബ്ദുറഹ്മാൻ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാകുന്ന റിപ്പോർട്ടിൽ അന്വേഷണം മറ്റു തലങ്ങളിലേക്കും വ്യാപിപ്പിച്ചേക്കും. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് പരിശോധിക്കും. ലയണൽ മെസ്സിയെയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമിനെയും ഉയർത്തിക്കാട്ടി കോടികളുടെ ക്രമക്കേട് നടന്നു എന്നാണ് കായിക വകുപ്പ് സെക്രട്ടറിയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത്യന്തം ഗുരുതരമായ കണ്ടെത്തലിൽ ഉന്നതതല അന്വേഷണം നടത്താനാണ് സർക്കാരിന്റെ നീക്കം. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ നടന്നതിനാൽ ദേശീയ ഏജൻസികൾക്ക് അന്വേഷണം വിടണമെന്നാണ് കായിക സെക്രട്ടറി ശുപാർശ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഉന്നതതല അന്വേഷണം നടത്തിയ ശേഷം കേസിന്റെ ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് മറ്റ് ഏജൻസികൾക്ക് വിടാമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി സമ്മതിച്ചു എന്ന് കാണിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 126 കോടി രൂപ വിദേശത്തേക്ക് അയക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. എന്നാൽ കരാറോ ഔദ്യോഗിക സമ്മതപത്രമോ ഇല്ലാതെയാണ് സംസ്ഥാന സർക്കാർ സ്പോൺസർക്കു വേണ്ടി കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ചത്. അന്നത്തെ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ദുരുപയോഗം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വഴിവിട്ട നീക്കങ്ങൾക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറി ഒത്താശ ചെയ്തു നൽകിയെന്നും കണ്ടെത്തലുണ്ട്. അബ്ദുറഹ്മാൻ സ്പെയിനിലേക്ക് യാത്ര നടത്തിയതിലെ ദുരൂഹത കണ്ടെത്തണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് വിട്ടു നൽകിയതും വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്മേൽ തീരുമാനമെടുക്കും. ഉന്നതതല അന്വേഷണം നാളെ തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മെസ്സി വിവാദത്തിൽ സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാൻ ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടർ വരെയുള്ള സംവിധാനങ്ങൾ ഇടപെട്ടതായി കായിക മന്ത്രി OJ ജനീഷ്. സർക്കാരിന് പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന മുൻ കായിക മന്ത്രിയുടെ വാദത്തിൽ കാര്യമില്ല. സർക്കാരിന് സാമ്പത്തിക ബാധ്യത മാത്രമല്ല, നിയമപരമായും ഭരണഘടനാപരമായും ചില ബാധ്യതകളുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു. മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞവർ നിലവിലെ വിവാദങ്ങൾ കേട്ടോ എന്നും OJ ജനീഷ് പ്രതികരിച്ചു. അല്ല, അദ്ദേഹത്തിൻ്റെ വാദം സർക്കാരിന് ഒരു ചില്ലിക്കാശ് പോലും നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു വാദം. സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടായോ സാമ്പത്തിക ലാഭമുണ്ടായോ എന്നുള്ളതല്ല, സർക്കാർ എന്ന ഒരു വലിയ അതോറിറ്റിയെ ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു സ്വകാര്യ ഇവൻ്റ് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു സ്വകാര്യ ഇവൻ്റ് നടത്താൻ വേണ്ടി വരുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് സർക്കാരിൻ്റെ പേരുപയോഗിക്കാൻ, സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ, ഭരണയന്ത്രം ഉപയോഗിക്കാൻ ചീഫ് സെക്രട്ടറി മുതൽ ജില്ലാ കളക്ടറും പോലീസും GCDയും അതോടൊപ്പം തന്നെ SKF ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ അതിന് വേണ്ടുന്ന പ്രൊസീജിയറിൽ നടത്തേണ്ടുന്ന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതേസമയം ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാർ വേണ്ട എന്നും പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മന്ത്രിക്ക് സ്പെയിനിൽ പോകുന്നതിന് കരാറൊന്നും ആവശ്യമില്ല. കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മന്ത്രി എന്ന നിലക്ക് ശ്രീ അബ്ദുറഹ്മാൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നവും അടങ്ങിയിട്ടില്ല. അതിൻ്റെ മേലെ എന്തന്വേഷണം നടത്താനാണെന്ന് അന്വേഷിച്ചാലേ പറയാൻ പറ്റൂ. അതേ കരാർ എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെൻറ്റുമായിട്ടല്ലല്ലോ ഇത്തരം നടപടികൾ. അതെല്ലാം മന്ത്രി തന്നെ പറയുമല്ലോ. മെസ്സിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പിൽ സമഗ്രാന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾക്ക് കൃത്യമായ ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു.
ഗണേഷ് കുമാറിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഗണേഷിന് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള നിരാശയെന്നും സ്വന്തം അച്ഛനെതിരെ പോലും പറഞ്ഞിട്ടുള്ള ആളാണ് ഗണേഷ് എന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSS താലൂക്ക് യൂണിയൻ പിരിച്ചുവിടേണ്ടി വന്നാൽ വൈകുന്നേരമല്ല രാത്രിയിലായാലും അത് ചെയ്യും. NSSൽ ജനാധിപത്യപരമായിട്ടല്ല തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതെങ്കിൽ ഗണേഷ് കേസ് കൊടുക്കട്ടെ എന്നും താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരു ഘട്ടത്തിലും മാറ്റി പറഞ്ഞിട്ടില്ല എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. അങ്ങനെ കേസ് കൊടുക്കട്ടെ. ജനാധിപത്യം ഇല്ലാത്തടത്ത് അതിനെതിരെ ആക്ഷേപമുള്ളവർക്ക് കേസ് കൊടുക്കാം, അവർ കൊടുക്കട്ടെ. അയാളുടെ അതിനൊന്നും മറുപടി പറയാൻ ഞാനില്ല. ജനാധിപത്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, അയാൾ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞ ആർക്കും അല്ല, അത് ഇപ്പം ആരെല്ലാം പറഞ്ഞു. അങ്ങേരുടെ അച്ഛനെ പറ്റി ആര് പറഞ്ഞിട്ടില്ലേ? അങ്ങേര് തന്നെ അങ്ങയുടെ അച്ഛനെ പറ്റി വ്യക്തിപരമായ ആക്ഷേപങ്ങൾ പറഞ്ഞു ഇല്ലേ? ആ അച്ഛൻ മകനോട് പറഞ്ഞു, നീ NSS ജനറൽ സെക്രട്ടറിയും NSSനെയും സ്നേഹിച്ചു വേണം ജീവിക്കാൻ എന്ന് അച്ഛൻ എനിക്ക് ഒരു ഉപദേശം തന്നിട്ടുണ്ട്. ഞാൻ അതനുസരിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഇയാൾ പറഞ്ഞ LDF യോഗം ഈ മാസം 17 ചേരാൻ തീരുമാനമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPM-CPI തർക്കത്തെ തുടർന്നാണ് മുന്നണി യോഗം ചേരാതിരുന്നത്. സർക്കാരിനെതിരായ സമരപരിപാടികൾ ആവിഷ്കരിക്കുവാനും നയപരമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുവാനും കഴിയാതിരുന്നത് LDFൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇടതുമുന്നണി യോഗം ചേരാൻ കഴിയാത്തതിൽ കടുത്ത വിമർശനമാണ് CPM-ഉം CPI-യും നേരിട്ടത്. 10 വർഷം തുടർഭരണത്തിലിരുന്ന മുന്നണി ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങിയിട്ടും തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ യോഗം ചേർന്നിരുന്നില്ല. പ്രതിപക്ഷ ഉപനേതാവിനെ ചൊല്ലിയുള്ള CPM-CPI തർക്കമാണ് മുന്നണി യോഗം ചേരുന്നതിന് തടസ്സമായിരുന്നത്. ഉപനേതാവിന്റെ കാര്യത്തിൽ തീരുമാനമായ ശേഷം LDF വിളിച്ചാൽ മതിയെന്ന നിലപാടിലായിരുന്നു CPI. വിട്ടുവീഴ്ചയ്ക്ക് CPM-ഉം തയ്യാറായിരുന്നില്ല. എന്നാൽ യോഗം ചേരാനാകാത്ത പ്രതിസന്ധി മുന്നണിയിൽ ഉടലെടുത്തതോടെ മറ്റു ഘടകകക്ഷികളും അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങി. ശക്തമായ പ്രതിപക്ഷമായി സർക്കാരിനെതിരായ സമരപരിപാടികൾ ആവിഷ്കരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ആദ്യത്തെ നിയമസഭാ സമ്മേളനത്തിൽ പോലും CPM-CPI തർക്കം പല വേളകളിൽ പ്രകടമായിരുന്നു. LDF പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ പോലും കഴിഞ്ഞിരുന്നില്ല. LDFന്റെ പ്രതിസന്ധിയെ പരിഹസിച്ച് UDFും രംഗത്തു വന്നിരുന്നു. നിർണായക വിഷയങ്ങളിൽ പോലും നയപരമായ തീരുമാനങ്ങൾ നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുന്നണി യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. CPM-ഉം CPI-യും ചർച്ച ചെയ്താണ് ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയത്. 17-ാം തീയതി വൈകിട്ട് 4 മണിക്ക് AKG സെന്ററിലാണ് LDFന്റെ യോഗം ചേരുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എയർ ഇന്ത്യ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് ലഹരി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ നടപടി കടുപ്പിച്ച് വ്യോമയാന മന്ത്രാലയം. ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാരിൽ ലഹരി പരിശോധന നിർബന്ധമാക്കണമെന്നും വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചു. എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശത്ത് വെച്ച് 300 അടി താഴേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിന്റെ 2ാം ലഹരി പരിശോധനയും പോസിറ്റീവായതോടെ കടുത്ത നടപടികൾ ആരംഭിച്ചു വ്യോമയാന മന്ത്രാലയം. നിലവിലുള്ള ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാർക്ക് ലഹരി പരിശോധന കർശനമാക്കണമെന്നും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചതായാണ് പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. എയർ ഇന്ത്യ സിഇഒയെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം ആകാശച്ചുഴി തന്നെയാണോ എന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചു വരികയാണ്. അന്വേഷണ സംഘം നൽകുന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളുണ്ടാകും. അന്വേഷണത്തിന് സഹായിക്കാൻ എയർ ഇന്ത്യയുടെ വിദഗ്ധ സംഘം ഡൽഹിയിലെത്തി. ഫ്രഞ്ച് വിമാന അപകട അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമാകും. ഓഗസ്റ്റ് 4-ന് ഫുക്കറ്റിൽ നിന്ന് 137 യാത്രക്കാരും 8 ജീവനക്കാരുമായി ഡൽഹിയിലേക്ക് പറന്ന വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് 300 അടിയോളം താഴേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാർത്തകൾ തുടരുന്നു. ഗൾഫ് മേഖലയിലെ നിലവിലെ സാഹചര്യത്തിൽ നിലപാട് വ്യക്തമാക്കി UAE. യുദ്ധവുമില്ല സമാധാനവുമില്ല എന്ന ദീർഘകാല അവസ്ഥയിൽ നിന്നും പശ്ചിമേഷ്യൻ മേഖല മുന്നോട്ട് പോകണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് പറഞ്ഞു. സുസ്ഥിരതയാണ് മേഖലയ്ക്ക് ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് സംഘവുമായി ചേർന്ന് ചാരപ്രവർത്തനം നടത്തിയെന്ന കേസിൽ ബഹ്റിനിൽ 2 പേർക്ക് ജീവപര്യന്തം തടവ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും ദേശീയ താൽപ്പര്യങ്ങൾക്കും ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചു എന്ന കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയത്. പ്രതികൾ IRGC
യുമായും അതിൻ്റെ പ്രവർത്തകരുമായും ആശയവിനിമയം നടത്തുകയും ബേറിൻ്റെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് ഹാനികരമായ ശത്രുതാപരവും ഭീകരവുമായ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുകയും ചെയ്തതായി പബ്ലിക് പ്രോസിക്യൂഷൻ അറിയിച്ചു. കേസിൽ പിടിച്ചെടുത്ത വസ്തുക്കൾ കണ്ടുകെട്ടുവാനും കോടതി ഉത്തരവിട്ടു. ഇറാനിലെ തീവ്രവാദ സംഘങ്ങളെ പിന്തുണച്ചതിൻ്റെ പേരിൽ മറ്റു 3 പേർക്ക് 10 വർഷം ശിക്ഷയും നൽകിയതായി ബഹ്റിൻ അറിയിച്ചു. സൗദി അറേബ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി വിപുൽ റിയാദിലെ എംബസിയിൽ ഔദ്യോഗികമായി ചുമതലയേറ്റു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സമഗ്രമായി ശക്തിപ്പെടുത്തുകയാണ് തൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പറഞ്ഞു. 1998 ബാച്ച് IFS ഉദ്യോഗസ്ഥനായ വിപുൽ മുമ്പ് ഖത്തറിലെ അംബാസഡറായും ദുബായിൽ കോൺസുൽ ജനറലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. IIT ഡൽഹിയിൽ നിന്നും എഞ്ചിനീയറിംഗ് ബിരുദവും ഹൈദരാബാദ് ISBയിൽ നിന്നും MBA പൂർത്തിയാക്കിയ വ്യക്തിയാണ് അദ്ദേഹം. ദുബായിലേക്ക് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്തവർക്ക് യാതൊരു അധിക ചെലവുമില്ലാതെ എത്ര തവണ വേണമെങ്കിലും യാത്രാ തീയതി സൗജന്യമായി മാറ്റാൻ അവസരമൊരുക്കിയ എമിറേറ്റ്സ് എയർലൈൻസ് ടിക്കറ്റുകൾ റദ്ദാക്കുമ്പോൾ ഈടാക്കുന്ന റീഫണ്ട് നിരക്കുകളിലും എമിറേറ്റ്സ് ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട്. അപ്രതീക്ഷിത കാരണങ്ങളാൽ യാത്ര മാറ്റിവെക്കേണ്ടി വരുന്ന പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് ഈ തീരുമാനം. യാത്രക്കാർക്ക് കൂടുതൽ ആശ്വാസമേകുന്ന ഈ ഇളവുകൾ ഓഗസ്റ്റ് 10 മുതൽ നിലവിൽ വന്നു. ഇക്കോണമി, ബിസിനസ് ക്ലാസ്സുകളിലെ സേവർ, ഫ്ലെക്സ് നിരക്കുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് സൗജന്യമായി യാത്രാ തീയതി പുതുക്കാൻ അവസരം നൽകുന്നത്. ഫ്ലെക്സ് പ്ലസ് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾ എടുത്തവർക്ക് നേരത്തെ തന്നെ ഈ സൗകര്യം ലഭ്യമാണ്. കുവൈറ്റിൽ നിന്നുള്ള കോഴിക്കോട് ബംഗളൂരു വിമാന സർവീസുകൾ ഓഗസ്റ്റ് 14 മുതൽ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ട്രാവൽ ഏജൻസികൾക്ക് അറിയിപ്പ് നൽകി. ടെർമിനൽ 4 നിന്നാണ് സർവീസുകൾ പുനരാരംഭിക്കുക. ഇരു സെക്ടറുകളിലേക്കും ആഴ്ചയിൽ 3 സർവീസുകളാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് കുവൈറ്റ് റൂട്ടിൽ ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക. IX 393 വിമാനം രാവിലെ 7:15 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് രാവിലെ 10 കുവൈറ്റിലെത്തും. മടക്ക സർവീസായ IX 394 രാവിലെ 11 കുവൈറ്റിൽ നിന്നും പുറപ്പെട്ട് വൈകിട്ട് 6:45 കോഴിക്കോട് എത്തിച്ചേരും. ബംഗളൂരു കുവൈറ്റ് റൂട്ടിൽ തിങ്കൾ, ചൊവ്വ, ശനി ദിവസങ്ങളാണ് സർവീസ് നടത്തുക. IX 929 വിമാനം രാവിലെ 7:40 ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ട് 10:20 കുവൈറ്റിൽ എത്തും. കുവൈറ്റിലെ സുപ്രധാന സ്ഥാപനങ്ങളിൽ ഒന്നിനെ ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത ഭീകരാക്രമണ പദ്ധതി രാജ്യസുരക്ഷാ വിഭാഗം പരാജയപ്പെടുത്തി. IS ഭീകര സംഘടനയിലെ അംഗമായ ഒരു സ്വദേശി പൗരനെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് സുരക്ഷാ സേന പിടികൂടിയത്. സ്ഫോടക വസ്തുക്കളും ഡ്രോണുകളും നിർമ്മിക്കുന്നതിന് ഇയാൾ പരിശീലനം നേടിയതായും അന്വേഷണത്തിൽ കണ്ടെത്തി. ഭീകര പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പ്രതി ഒരു ഡ്രോൺ നിർമ്മിച്ചിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിയെ തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികൃതർക്ക് കൈമാറി. കടുത്ത ചൂടിൽ നിന്നും ആശ്വാസമേകാൻ UAE-യിൽ ഈ മാസം 24 സുഹൈൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടും. അറബ് പാരമ്പര്യത്തിൽ സുഹൈലിൻ്റെ ഉദയം വേനൽക്കാലത്തെ അതിശക്തമായ ചൂട് ക്രമേണ കുറയുന്നതിൻ്റെ സൂചനയാണ് കണക്കാക്കുന്നത്. ഈ വർഷം രാജ്യത്ത് പലയിടത്തും 50 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് രേഖപ്പെടുത്തിയത്. UAE-യുടെ ആകാശത്ത് സുഹൈൽ നക്ഷത്രം ഓഗസ്റ്റ് 24 പ്രത്യക്ഷപ്പെടുമെന്ന് എമിറേറ്റ്സ് അസ്ട്രോണമി സൊസൈറ്റി ചെയർമാൻ ഇബ്രാഹിം അൽ ജർവാൻ അറിയിച്ചു. അറബ് പാരമ്പര്യത്തിൽ സുഹൈലിന്റെ ഉദയം വേനൽക്കാലത്തെ അതിശക്തമായ ചൂട് ക്രമേണ കുറയുന്നതിന്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ വർഷവും UAE-യിൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്ന സാഹചര്യത്തിൽ സുഹൈലിന്റെ വരവിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. സുഹൈൽ ഉദിച്ചതിന് പിന്നാലെ ഏകദേശം 40 ദിവസം നീളുന്ന സുഫ്രിയ എന്ന കാലാവസ്ഥാ പരിവർത്തന ഘട്ടത്തിലേക്ക് UAE കടക്കും. എന്നാൽ സുഹൈൽ നക്ഷത്രത്തിന് കാലാവസ്ഥാ വ്യതിയാനവുമായി നേരിട്ട് ബന്ധമില്ല എന്ന് ഷാർജ അക്കാദമി ഫോർ ആസ്ട്രോണമി, സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡയറക്ടർ ജനറൽ പ്രൊഫസർ ഹമീദ് അൽ നഈമി വ്യക്തമാക്കി. അതേസമയം സുഹൈലിന്റെ ഉദയം കാലാവസ്ഥാ മാറ്റത്തിന്റെ സ്വാഭാവിക സമയക്രമവുമായി ഒത്തുചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുരാതന അറബ് സമൂഹങ്ങൾ സുഹൈൽ നക്ഷത്രത്തെ പ്രകൃതിദത്ത കലണ്ടർ എന്ന നിലയിൽ കൂടിയാണ് പരിഗണിക്കുന്നത്. അമൃത ന്യൂസ്, ദുബായ്. കുവൈറ്റിൽ മത്സ്യവില ഉയർന്നതിൽ നിന്നും മാറ്റമില്ലാതെ തുടരുന്നു. പ്രാദേശിക മീൻപിടുത്തത്തിലെ നിയന്ത്രണങ്ങളും ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള നിയന്ത്രണങ്ങളുമാണ് പ്രധാന കാരണം. ഇതിനു പുറമെ ഇറക്കുമതി ചെയ്യുന്ന മത്സ്യങ്ങളുടെ ലേലവും വില ഉയരാൻ കാരണമാകുന്നതായി അധികൃതർ പറഞ്ഞു. മത്സ്യവിപണിയിലെ വിലയും ലേല നടപടികളും നിരീക്ഷിക്കാൻ പരിശോധന ശക്തമാക്കിയതായി അധികൃതർ അറിയിച്ചു. വിപണിയിൽ മത്സ്യലഭ്യത വർദ്ധിപ്പിച്ച് വില നിയന്ത്രിക്കാൻ നടപടികൾ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. സൗദിയിൽ ഭക്ഷ്യ സ്ഥാപനങ്ങളിലെ നിയമലംഘനങ്ങളും ഭക്ഷ്യസുരക്ഷാ വീഴ്ചകളും രേഖപ്പെടുത്തുന്നതിന് പരിശോധനയ്ക്ക് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്ക് ബോഡി ക്യാമറകൾ നിർബന്ധമാക്കുന്നു. ഉദ്യോഗസ്ഥർ ശരീരത്തിൽ ധരിക്കുന്ന പോർട്ടബിൾ ക്യാമറകൾ ഉപയോഗിക്കുന്നതിന് സൗദി മുനിസിപ്പൽ മന്ത്രാലയം അംഗീകാരം നൽകി. ദൃശ്യവും ശബ്ദവും ഒരുപോലെ പകർത്തി പരിശോധനകൾ തത്സമയം രേഖപ്പെടുത്തുവാനും ഇവ മുംതസിൽ ആപ്പുമായി നേരിട്ട് ബന്ധിപ്പിക്കുവാനും പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. ഫീൽഡ് പരിശോധനകളിൽ ഉയർന്ന സുതാര്യത ഉറപ്പാക്കാനും ഉദ്യോഗസ്ഥരുടെയും സ്ഥാപന ഉടമകളുടെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കാനും ഇത് സഹായിക്കും.
കുവൈറ്റിൽ തീവ്രവാദ ആശയങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ബോധവൽക്കരണ സന്ദേശം പുറത്തിറക്കി. ഡിജിറ്റൽ ലോകത്തിലെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന തലക്കെട്ടിലാണ് മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. സാമൂഹിക മാധ്യമങ്ങളിൽ കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന ഉള്ളടക്കങ്ങൾ നിരീക്ഷിക്കണമെന്നും അവർ ബന്ധപ്പെടുന്ന വ്യക്തികളെയും അക്കൗണ്ടുകളെയും കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നും മന്ത്രാലയം മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. തലശ്ശേരി കോടിയേരിയിലെ ആശ്രയ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക സാന്ത്വന കേന്ദ്രത്തിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി റിയാദിലെ കേളി കലാ സാംസ്കാരിക വേദി സാമ്പത്തിക സഹായം നൽകി. മലബാർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയ്ക്കെത്തുന്ന നിർധരരായ രോഗികൾക്ക് സൗജന്യ താമസവും ഭക്ഷണവും നൽകുന്ന കേന്ദ്രമാണ് ആശ്രയ. സൗദി റിയാദിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായ സിദ്ദിഖ് തുവൂർ രചിച്ച മരുഭൂമിയിലെ നേർക്കാഴ്ചകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം തുവൂർ അലയൻസ് കൺവെൻഷൻ സെൻറ്ററിൽ നടന്നു. തുവൂർ കമ്മ്യൂണിറ്റി ഫോറത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചടങ്ങിൽ കഥാകൃത്ത് അബു ഇരിങ്ങാട്ടിരി ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫിന് ആദ്യ പ്രതി നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും ഇടിയോടുകൂടിയ മഴയുമാണ് ഈ ജില്ലകളിൽ പ്രവചിക്കുന്നത്. 2 ദിവസം മഴ മാറി നിന്നെങ്കിലും പിന്നെയും ശക്തി പ്രാപിക്കുമെന്ന പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത്. അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പുകൾ ഇല്ലെങ്കിലും ജാഗ്രത തുടരണമെന്നാണ് നിർദ്ദേശം. കണ്ണൂരും കാസർഗോഡും നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റന്നാൾ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് മുന്നറിയിപ്പ്. യെല്ലോ അലർട്ടുള്ള ജില്ലകളിൽ ശക്തമായ കാറ്റും ഇടിയോടുകൂടിയ മഴയും പ്രതീക്ഷിക്കുന്നു. മുന്നറിയിപ്പുകളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം സംഭവിക്കാം. വെള്ളി, ശനി ദിവസങ്ങളിൽ ശക്തമായ മഴ പലയിടങ്ങളിലും പ്രവചിക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരദേശ മേഖലകളിൽ കടലാക്രമണ സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദീതീരങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കി കോസ്റ്റ് ഗാർഡ്. 2 ഹെലികോപ്റ്ററുകളാണ് ഇന്ന് കടലിൽ തെരച്ചിൽ നടത്തിയത്. അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഒരുക്കിയ ഹെലിപാഡിൽ ഇന്ധനം നിറച്ച ശേഷമാണ് ഹെലികോപ്റ്റർ വീണ്ടും തെരച്ചിലിനായി പറന്നത്. രാവിലെ 11:30യോടെയാണ് കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ 2 ഹെലികോപ്റ്ററുകൾ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലിനായി കൊല്ലത്തെത്തിയത്. കടൽ നിരീക്ഷണം, രക്ഷാപ്രവർത്തനം തുടങ്ങിയ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ധ്രുവ് ഹെലികോപ്റ്ററാണ് ആദ്യം തെരച്ചിൽ നടത്തിയത്. തുടർന്ന് കടലിലെ രക്ഷാപ്രവർത്തനം, നിരീക്ഷണം, മെഡിക്കൽ എവാക്വേഷൻ തുടങ്ങിയ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായ ചേതക്കും തെരച്ചിലിനായി എത്തി. അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപാഡിൽ ചേതക് ഹെലികോപ്റ്റർ ഇറക്കി ഇന്ധനം നിറച്ച ശേഷമാണ് വീണ്ടും കടലിലേക്ക് പറന്നത്. നേരത്തെ തെരച്ചിൽ നടത്തിയ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകൾക്ക് കൊല്ലത്ത് ലാൻഡ് ചെയ്യാനും ഇന്ധനം നിറയ്ക്കാനും സൗകര്യമില്ലാതിരുന്നത് തെരച്ചിലിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ നിർദ്ദേശപ്രകാരം അമൃതപുരി എഞ്ചിനീയറിംഗ് കോളേജ് മൈതാനത്ത് അടിയന്തരമായി ഹെലിപാഡ് ഒരുക്കിയത്. ഒറ്റ രാത്രി കൊണ്ടാണ് മഠത്തിലെ അന്തേവാസികളുടെ നേതൃത്വത്തിൽ ഹെലിപാഡ് നിർമ്മിച്ച് കോസ്റ്റ് ഗാർഡിന് കൈമാറിയത്. നമ്മുടെ കൺസ്ട്രക്ഷൻ ടീമായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇത് ഡബിൾ എഞ്ചിനാണ്, വലിയ ഹെലികോപ്റ്ററാണ്. അപ്പോൾ അത് ഇറങ്ങാനുള്ള സൗകര്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ നോക്കിയിട്ട് തന്നെ എല്ലാം കിട്ടി. അപ്പോൾ പിന്നെ എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര മെറ്റീരിയൽസ് വേണം, അതിൻ്റെ നോക്കി. അപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടായിരുന്നു, അഗ്രിഗേറ്റ്സ് കുറേയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇൻ്റർലോക്ക് ടൈൽസ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു 3-4 സപ്ലയേഴ്സിനെ വിളിച്ച് ഈ ഭാഗത്തുള്ള കൊല്ലം ഭാഗത്തുള്ള കുറേ പേരെ വിളിച്ച് അങ്ങനെ 2-3 പേരായിട്ടാണ് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്ത്. ഇപ്പോൾ രാത്രി ഒരു 10 മണിയായപ്പോൾ തന്നെ തുടങ്ങി. പിറ്റേ ദിവസം ഒരു 10-11 മണിയോടുകൂടി തീർത്തു. ഒരു 12 മണിക്കൂറിൻ്റെ ഒരു യജ്ഞമായിരുന്നു. ഹെലികോപ്റ്ററുകൾ ഇറക്കി ഇന്ധനം നിറയ്ക്കുന്നതിനായി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഏവിയേഷൻ ഫ്യൂൽ ടാങ്കറും അമൃതപുരിയിലെ ഹെലിപാഡിലെത്തി. തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുന്നതിനായി ഒരുക്കിയ ഈ അടിയന്തര സംവിധാനങ്ങൾ ഏറെ സഹായകമാകുമെന്ന് കൊല്ലം ADM സജീദ് ഷംസുദ്ദീൻ അമൃത വാർത്തകളോട് പറഞ്ഞു. അമ്മയുടെ പൂർണ്ണ പിന്തുണ ഇതിനകത്തുണ്ടായി. വളരെ പെട്ടെന്ന് ഒറ്റ രാത്രി കൊണ്ട്
കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് സാധനങ്ങൾ സംഘടിപ്പിച്ച് ചെയ്തു. അതിനകത്ത് ഞങ്ങൾക്കൊരു വലിയ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതിനുള്ള സൗകര്യം ഉണ്ടാക്കി തന്നു എന്നുള്ളത്. നമുക്ക് ആവശ്യമായ എല്ലാവിധ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇതിൻ്റെ എല്ലാ തരത്തിലും കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. നമുക്കുള്ള പിന്തുണ ഉണ്ടാകുന്നുണ്ട്. ഈ അത്യാവശ്യം എല്ലാവിധ ഡിപ്പാർട്ട്മെൻറ്റും ഇതുമായിട്ട് സഹകരിച്ച് പോകുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് മേൽനോട്ടത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ 31 ഗൗതം കൃഷ്ണ ഉൾപ്പെടെ 14 പേർ സഞ്ചരിച്ച മത്സ്യബന്ധന വള്ളം നീണ്ടകരയിൽ കടലിൽ മറിഞ്ഞത്. അപകടത്തിൽ ഗൗതം കൃഷ്ണയുടെ അച്ഛൻ രാധാകൃഷ്ണനും മുത്തച്ഛൻ രാജീവനും മരിച്ചു. ഗൗതം കൃഷ്ണയെ കണ്ടെത്തുന്നതുവരെ തെരച്ചിൽ തുടരാനാണ് സർക്കാർ തീരുമാനം. ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. 13ാം ദിവസവും പ്രതീക്ഷ കൈവിടാതെ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കളുടെ സ്മരണയിൽ ബലിതർപ്പണം നടത്തി വിശ്വാസികൾ. കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം പരശുരാമ ക്ഷേത്രത്തിലും കൊല്ലത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പത്തനംതിട്ടയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ഉൾപ്പെടെ വിവിധ പുണ്യ സ്നാന ഘട്ടങ്ങളിലും ബലിതർപ്പണം നടന്നു. ബലിതർപ്പണത്തിനായി ആയിരങ്ങളാണ് ആലുവ മണപ്പുറത്ത് എത്തിയിരുന്നത്. പുലർച്ചെ 2 മണിക്ക് ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളം തിരുനെട്ടൂർ മഹാദേവ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിലും തീർത്ഥ സ്നാനങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പിതൃമോക്ഷത്തിനായി പ്രാർത്ഥിച്ച് സംതൃപ്തിയോടെയാണ് വിശ്വാസികൾ മടങ്ങിയത്. കർക്കിടകവാവിനോടനുബന്ധിച്ച് അമൃതപുരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ ബലിതർപ്പണവും പ്രത്യേക പൂജയും നടന്നു. പുലർച്ചെ മുതൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് അമ്മയുടെ മുതിർന്ന സന്യാസി ശിഷ്യൻ സ്വാമി തുര്യാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി തുടക്കം കുറിച്ചു. ആശ്രമത്തിലെ പൂജകളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും വിദേശത്തു നിന്നുമുള്ളവരും പങ്കെടുത്തു. ഓൺലൈനായിട്ടും പൂജയിൽ പങ്കെടുക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു. 15 ഭാഷകളിലായിട്ടാണ് ഓൺലൈൻ പൂജ സംഘടിപ്പിച്ചത്. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. മാതാ അമൃതാനന്ദമയി കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ നടന്നത്. കായിക വാർത്തകൾ നോക്കാം. UEFA സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരെ ഇന്നറിയാം. PSG ആസ്റ്റൺ വില്ല പോരാട്ടം അല്പസമയത്തിനകം ഓസ്ട്രേലിയയിലാണ് നടക്കുക. ലോകകപ്പിന് ശേഷമുള്ള ആദ്യ പ്രധാന മത്സരമാണിത്. ക്ലബ് ഫുട്ബോളിൻ്റെ തുടക്കം അറിയിച്ചുകൊണ്ടുള്ള പോരാട്ടമാണ് നടക്കുക. PSG ആണ് നിലവിലെ ചാമ്പ്യന്മാർ. ലോകകപ്പിൽ നിന്നും പുറത്താക്കപ്പെട്ട സൊമാലിയൻ റഫറിയാണ് മത്സരം നിയന്ത്രിക്കുന്നത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.